ചില ദിവസങ്ങളിൽ ഒരു 10 മിനിറ്റ് കിടന്നുറങ്ങിയാലും എഴുന്നേൽക്കുമ്പോൾ ആകെ മൊത്തം മൂഡ് ഓഫ് ആയിരിക്കും. പക്ഷേ ചില ദിവസങ്ങളിൽ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റഡ് ആവാറുണ്ട് കേട്ടോ. എന്തൊക്കെയോ ചെയ്യാൻ തോന്നും ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ. ഇന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ദിവസമാണ്. അങ്ങനെ ഒരു വൈകുന്നേരം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നനച്ചിട്ട തുണിയെല്ലാം അങ്ങോട്ട് മടക്കി വെച്ചു. നല്ല വെയിലുള്ളൊരു ദിവസമായിരുന്നു. പിന്നെ റൂമൊക്കെ വൃത്തിയാക്കി കേട്ടോ. അതെനിക്ക് വൈകുന്നേരത്തെ ഏറ്റവും വലിയൊരു പരിപാടിയാണ്. പുറത്തു വന്ന് നോക്കിയപ്പോൾ ഇവനിങ്ങനെ കിടക്കണു. ഞാൻ വിചാരിച്ചു ഇവൻ ഡെഡായിരുന്നു. ഒന്ന് അനക്കി നോക്കിയപ്പോഴാണ് കക്ഷിക്ക് അനക്കമൊക്കെ ഉണ്ട്. ഭയങ്കര ഉറക്കക്ഷീണം എനിക്കല്ല കേട്ടോ അവന്. ഇന്ന് നമുക്ക് വൈകിട്ട് പുറത്തൊരു സ്ഥലം വരെ പോകാനുണ്ട്. സോ ഗെറ്റ് റെഡിയാണ് ഗൈസ്. പിന്നീട് അങ്ങനെ കണ്ണൊക്കെ വാലിട്ട് എഴുതി നമ്മുടെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട്, ഇതാണ് എൻ്റെ മോസ്റ്റ് സാറ്റിസ്ഫൈങ് പാർട്ട് എന്ന് പറയുന്നത്. എൻ്റെ മേക്കപ്പിൽ ലിപ്സ്റ്റിക് ഇട്ട് കഴിയുമ്പോഴേ ഒരു കോൺഫിഡൻസ് ആണ്. അങ്ങനെ ഈ ഒരു ഇയറിങ്സ് ഒക്കെ ഇട്ട് സുന്ദരിയായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഒരുങ്ങി പോകുമ്പോൾ തന്നെ നല്ലൊരു കോൺഫിഡൻസ് ആണ്. അങ്ങനെ നേരെ നമ്മൾ അമ്പലപ്പുഴയ്ക്ക് വന്നു കേട്ടോ. തലവടിയിൽ നിന്ന് അങ്ങനെ അമ്പലത്തിൽ കയറി ഒന്ന് തൊഴുതു. കുറേ നാളായി കണ്ണനെ ഒന്ന് കണ്ടിട്ട്. നേരെ ചൊവ്വേ കാണാൻ പറ്റിയില്ലെങ്കിലും ഒന്ന് കണ്ടു കേട്ടോ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ തൃമധുരവും തൃക്കൈവെണ്ണയും നമുക്ക് മസ്റ്റാണല്ലോ. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ അമ്മയാട്ടോ ഉള്ളത്. അങ്ങനെ ഞങ്ങൾക്ക് അമ്പലപ്പുഴയിൽ ചെറിയൊരു റിസപ്ഷൻ ഉണ്ടായിരുന്നു. അതായിരുന്നു മെയിൻ ഉദ്ദേശം. അങ്ങനെ അവിടെ വന്ന് റിസപ്ഷനും കൂടി. പിന്നെ റിസപ്ഷൻ വരുമ്പോൾ ഫുഡ് മുഖ്യമാണല്ലോ. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ. അതും ചെറുതായിട്ടൊക്കെ ഇളക്കിയിട്ട് അമ്പലപ്പുഴ വരെ വന്നപ്പോൾ തകഴി കയറാതെ പോണത് മോശമല്ലേ. അങ്ങനെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് 8 മണിയായാലും അമ്മ ഒരു ചായ കിട്ടുമെന്ന് കേട്ടോ. ഈ 8 മണിക്ക് ഈ ബിരിയാണിയുടെ പുറകെ ചായ കുടിക്കുന്നതിൻ്റെ ഒരു അവസ്ഥയുണ്ടല്ലോ. അതെല്ലാം കഴിഞ്ഞ് നേരെ ഇറങ്ങിയപ്പോൾ എനിക്ക് ഉപ്പ് സോഡ കഴിക്കാൻ വല്ലാത്തൊരു ആക്രാന്തം. അത് സ്ഥിരമാണല്ലോ. അങ്ങനെ ഒരു ഉപ്പ് സോഡയൊക്കെ കാച്ചി നൈറ്റിലേക്കുള്ള ഫുഡും ബാക്കിയുള്ളവർക്ക് വാങ്ങിച്ചിട്ട് നേരെ ഞങ്ങൾ വീട്ടിൽ പോയി.